ഏറ്റവും നിർണായകമായ വാർത്തയിലേക്ക് കോടതി അലക്ഷ്യ കേസിൽ തന്റെ തെറ്റ് ബോധ്യപ്പെട്ടുവെന്ന് കെ.സി. ജോസഫ് കോടതിയെ അറിയിച്ചിരിക്കുന്നു. വിശദാംശങ്ങളുമായി ഇപ്പോൾ ഉമേഷ് ചേർന്നു. ഉമേഷ്, ഒടുവിൽ ശിവൻകുട്ടി ആവശ്യപ്പെട്ട കാര്യം കുറ്റം സമ്മതിച്ചതിന് ശേഷമായിരുന്നു ഖേദപ്രകടനം നടത്തേണ്ടിയിരുന്നത് എന്ന്. ഇപ്പോൾ ആ സത്യവാങ്മൂലം സ്വീകരിക്കുന്നതിന് മുൻപ് തെറ്റ് ബോധ്യപ്പെട്ടതായി ഖേദപ്രകടനം നടത്തിയിരിക്കുന്നു. എന്താണ് വിശദാംശം? തീർച്ചയായും മന്ത്രി അത്തരത്തിൽ തന്നെയാണ് നിരുപാധികം ഖേദപ്രകടനം നടത്തുന്നുവെന്ന് മന്ത്രി കോടതിയോട് നേരിട്ട് ആവർത്തിച്ചിരിക്കുന്നത്. തെറ്റുപറ്റിയതിൽ ഖേദിക്കുന്നു എന്നാണ് മന്ത്രി അറിയിച്ചിരിക്കുന്നത്. നീതി നിർവഹണത്തിൽ താൻ ഇടപെട്ടിട്ടില്ല. നേരത്തെ സത്യവാങ്മൂലത്തിലും മന്ത്രി ഇത് തന്നെയാണ് അറിയിച്ചിരുന്നത്. നിരുപാധികം ഖേദം പ്രകടിപ്പിക്കുന്നു. ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് തെറ്റാണെന്ന് മനസ്സിലായപ്പോൾ പിൻവലിച്ചു എന്ന് മന്ത്രി സത്യവാങ്മൂലത്തിൽ പറഞ്ഞിരുന്നു. അതേസമയം വി ശിവൻകുട്ടി എം.എൽ.എയോട്, പരാതിക്കാരനായ ശിവൻകുട്ടി എം.എൽ.എയോട് ഇതിൽ നിലപാട് ആരാഞ്ഞിരുന്നു. സത്യവാങ്മൂലത്തിൽ പരാതിക്കാരൻ്റെ നിലപാട് ആരാഞ്ഞിരുന്നു. ശിവൻകുട്ടി അറിയിച്ചത് കുറ്റം സമ്മതിച്ച ശേഷം മാത്രം ഖേദപ്രകടനം നടത്തിയാൽ മതി. ഇപ്പോഴുള്ള ഖേദപ്രകടനം ആത്മാർത്ഥമല്ല, ചട്ടം ലംഘിച്ചുകൊണ്ടുള്ളതാണ്, നിയമാനുസൃതമല്ല എന്നായിരുന്നു ശിവൻകുട്ടി എം.എൽ.എ കോടതിയെ ബോധിപ്പിച്ചിരുന്നത്. ഇതിന് പ്രകാരം ഇപ്പോൾ കെ.സി. ജോസഫ് തൻ്റെ തെറ്റ് കോടതിയിൽ സമ്മതിച്ചിരിക്കുന്നു. തെറ്റുപറ്റിയതിൽ ഖേദിക്കുന്നു എന്ന് മന്ത്രി നേരിട്ട് കോടതിയെ അറിയിച്ചിരിക്കുകയാണ്. ഈ ഘട്ടത്തിൽ ഇനി കോടതിയുടെ നിലപാട് തന്നെയാണ് നിർണായകം. തുടർ നടപടികളുമായി മുന്നോട്ട് പോകുമോ അല്ലെങ്കിൽ ഇത് തീർപ്പാക്കുമോ എന്നുള്ള കാര്യമാണ് ഇനി അറിയാനുള്ളത്. അതിൻ്റെ വാദം തന്നെയാണ് നടക്കുന്നത്. ഈ മുഴുവൻ സർക്കാരിൻ്റെ അഭിപ്രായം കൂടി അറിഞ്ഞ ശേഷമായിരിക്കും ഇതിലൊരു തീരുമാനം വരിക. എന്തായാലും ശിവൻകുട്ടി ആവശ്യപ്രകാരം മന്ത്രി ഇപ്പോൾ നേരിട്ട് കോടതിയോട് തെറ്റേറ്റു പറഞ്ഞിരിക്കുന്നു. പക്ഷേ ഉമേഷ്, ഇവിടെയും മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. സത്യവാങ്മൂലത്തിലെ അതേ വാക്ക് തന്നെയാണ് ഇവിടെ കോടതിക്ക് മുന്നിലും കെ.സി. ജോസഫ് ആവർത്തിച്ചിരിക്കുന്നത്. അന്ന് കോടതി ചോദിച്ച ഒരു കാര്യമുണ്ട്, കെ.സി. ജോസഫ് കൊച്ചുകുട്ടിയൊന്നുമല്ലല്ലോ എന്നൊരു ചോദ്യം കൂടി ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു നിലപാട് അത് ആവർത്തിക്കുക മാത്രമല്ല ഇവിടെ ചെയ്തിരിക്കുന്നത്. തീർച്ചയായും അതിൻ്റെ നിയമവശം കോടതി പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ശിവൻകുട്ടി ഇനി ഇതിൽ അഭിപ്രായം പറയുമെന്നതാണ് അറിയാനുള്ളത്. ഇപ്പോൾ കെ.സി. ജോസഫിൻ്റെ ഭാഗമാണ് കോടതി കേട്ടുകൊണ്ടിരിക്കുന്നത്. നേരത്തെ സത്യവാങ്മൂലത്തിൽ പറഞ്ഞ കാര്യം കെ.സി. ജോസഫ് പറഞ്ഞിരിക്കുന്നു. തെറ്റ് പറ്റിയതായി സമ്മതിക്കുന്നു എന്നാണ്. തുടർന്ന് തന്നെയാണ് ഖേദപ്രകടനം നടത്തിയിട്ടുള്ളത്. എന്തായാലും തീരുമാനം അല്പസമയത്തിനകം തന്നെ വരും. അനന്ത്, കോടതി അലക്ഷ്യ കേസിൽ തന്റെ തെറ്റ് ബോധ്യപ്പെട്ടിരിക്കുന്നുവെന്ന് കെ.സി. ജോസഫ് ഒടുവിൽ സമ്മതിച്ചിരിക്കുന്നു. കോടതിയെ അപകീർത്തിപ്പെടുത്താൻ ഒരിക്കലും താൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നും ഇവിടെ കോടതിയെ കെ.സി. ജോസഫ് അറിയിച്ചിരിക്കുന്നു. ഇതാണ് ഏറ്റവും സുപ്രധാനമായ വിവരങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ന്യൂസ് റൂമിൽ നിന്നും NV ബാലകൃഷ്ണൻ കൂടി ചേരുന്നു. ബാലു, ഇവിടെ ഇപ്പോൾ ഉമേഷിനോട് ചോദിച്ച അതേ ചോദ്യം തന്നെയാണ് എനിക്ക് ചോദിക്കാനുള്ളത്. സത്യവാങ്മൂലത്തിൽ പറഞ്ഞിരിക്കുന്ന അതേ വാക്ക് തന്നെയല്ലേ ഇവിടെ ആവർത്തിച്ചിരിക്കുന്നത് കെ.സി. ജോസഫ്? തീർച്ചയായും കോടതിയിൽ നേരത്തെ തന്നെ കെ.സി. ജോസഫ് ഇതുമായി ബന്ധപ്പെട്ട് അഫിഡവിറ്റ് നൽകിയിരുന്നു. അന്നത്തെ കോടതി നിശ്ചയിച്ച അമിക്കസ് ക്യൂറി അഡ്വക്കേറ്റ് പി.ബി. കൃഷ്ണൻ ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ പരിശോധന നടത്തുകയും ചെയ്തിരുന്നു. ഇതേക്കുറിച്ച് റിപ്പോർട്ട് പി.ബി. കൃഷ്ണൻ ഹൈക്കോടതി സമർപ്പിക്കുകയും ചെയ്തു. ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ്, ഇതെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ടാണ് മാർച്ച് 1 ഇന്ന് 3:00 ഹൈക്കോടതി നേരിട്ട് ഹാജരാകണമെന്ന് നിർദ്ദേശം നൽകിയത്. ആ നിർദ്ദേശത്തിനനുസരിച്ചാണ് ഇന്ന് ഇപ്പോൾ കെ.സി. ജോസഫ് ഹൈക്കോടതി എത്തിയിരിക്കുന്നത്. ഹൈക്കോടതിയിൽ സ്വാഭാവികമായും അഫിഡവിറ്റിൽ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ് അദ്ദേഹം ഇപ്പോഴും പറഞ്ഞിരിക്കുന്നത്. ഇത് കോടതി ഏത് രൂപത്തിൽ സ്വീകരിക്കുമെന്ന് സംബന്ധിച്ചാണ് ഇനി അറിയാനുള്ളത്. ഏതായാലും കോടതി കഴിഞ്ഞ ദിവസം നേരിട്ട് ഹാജരാൻ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ നേരിട്ട് ഹാജരാകാതെ അഭിഭാഷക മുഖാന്തരമായിരുന്നു അന്ന് കോടതിക്ക് മുമ്പാകെ അഫിഡവിറ്റ് സമർപ്പിച്ചത്. അതുകൊണ്ട് തന്നെ അതിൽ തൃപ്തരായില്ല. നേരിട്ട് ഹാജരായി പറയേണ്ടത് പറയണമെന്ന നിലപാടായിരുന്നു അന്ന് ഹൈക്കോടതി സ്വീകരിച്ചത്. ഇതനുസരിച്ചാണ് ഇന്ന് 3:00 ഹൈക്കോടതി മുമ്പാകെ മന്ത്രി കെ.സി. ജോസഫ് ഹാജരാകുകയും തന്റെ നിലപാട് ആവർത്തിക്കുകയും ചെയ്തിരിക്കുന്നത്. കോടതി അലക്ഷ്യ കേസിൽ തന്റെ തെറ്റ് ബോധ്യപ്പെട്ടുവെന്ന് കെ.സി. ജോസഫ് കോടതിയെ ഒരു രീതിയിലും അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചിട്ടില്ലെന്നും കെ.സി. ജോസഫ് അറിയിക്കുകയുണ്ടായി. വിശദാംശങ്ങളാണ് ന്യൂസ് റൂമിൽ നിന്നും NV ബാലകൃഷ്ണനും ഒപ്പം കോടതി വളപ്പിൽ നിന്നും ഉമേഷും നൽകിയത്.